ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോളയാണ് റെഡിയാക്കുന്നത്. കല്ലുമ്മക്കായ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ കല്ലുമ്മക്കായാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പുറത്തുള്ള ചളി കാര്യങ്ങളൊക്കെ നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നൊരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കുക. അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫ്ലഷ് ഒന്ന് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളയ്ക്കുന്ന സമയത്ത് ഇതുപോലെ ആവിയിൽ വെച്ച് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ തുറന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു കല്ലുമ്മക്കായൊക്കെ ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് അത് കറക്റ്റ് എടുക്കാനുള്ള പാകമായിട്ടുണ്ടാകും. അപ്പോൾ ഈ സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് വെക്കുക. ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്കത് എടുക്കാൻ പറ്റും കേട്ടോ. ആ ഒരു കയ്യിലെടുക്കാൻ പറ്റുന്ന ചൂടുള്ള സമയത്ത് തന്നെ ഇതിങ്ങനെ പൊളിച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു സൈഡ് വെച്ചിട്ട് തന്നെ ഇതുപോലെ അങ്ങ് കുത്തിയെടുത്താൽ മതിയാകും. ആ സൈഡ് അങ്ങ് വിടിയിച്ചെടുത്താൽ മതി. ഈ ഒരു രീതിയിൽ എളുപ്പത്തിൽ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത്രയും വലിയൊരു കല്ലുമ്മക്കായ വെന്ത് വരുന്ന സമയത്ത് ഇത്ര ചെറുതായിരിക്കും കേട്ടോ. ഇനി ഇതിൽ ചെറിയൊരു അഴുക്ക് കളയാനുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിലുണ്ട്, ബാക്ക് സൈഡിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം ഒന്നില്ലെങ്കിൽ വിരൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കത്രിക വെച്ചിട്ട് ആ ഒരു ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതതിൻ്റെ ഒരു അഴുക്കാണ്, അതങ്ങ് എടുത്ത് കളയാം. ഒരു ഇത്തിരിയുടെ വേസ്റ്റൊക്കെ സൈഡിലൂടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് കഴുകിയിട്ട് ഒന്നുകൂടെ കളഞ്ഞ് റെഡിയാക്കിയാൽ മതിയാവും കേട്ടോ. ഇനിയിപ്പോൾ കത്രിക ഒന്നല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ നുള്ളിയെടുത്ത് കളയാൻ തന്നെ ഉള്ളൂ കേട്ടോ. കത്രിക വേണം നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെ അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതിയാകും. അപ്പോൾ ഇത്രയും ആണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു 1/2 കിലോ കല്ലുമ്മക്കായ റെഡിയാക്കി എടുത്ത സമയത്ത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ സൈഡൊക്കെ. അപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മസാല ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക. കാരണം കല്ലുമ്മക്കായയിൽ ഓൾറെഡി ഒരു ഉപ്പ് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പാകത്തിന് ഒരു നുള്ളു ഇട്ട് കൊടുത്താൽ മതിയാവും. മിക്സാക്കി നോക്കിയിട്ട് മാത്രം വേണമെങ്കിൽ പിന്നെ ഇട്ടാൽ മതി. അപ്പോൾ ഇതുപോലെ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഒരു പാനിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുക്കുക ആദ്യം. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ മസാല ആക്കി വെച്ചിട്ടുള്ള ആ ഒരു കല്ലുമ്മക്കായ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല, കാരണം ആവിയിൽ വെച്ചതുകൊണ്ട് തന്നെ ഒരു അത്യാവശ്യമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ 2 ഭാഗവും നല്ല കളറൊക്കെ അത്യാവശ്യം ഒന്ന് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ മസാല ആക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ 2 സവാള, മീഡിയം സൈസിൽ 2 സവാള കൊത്തിയരിഞ്ഞിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നല്ല കുനുകുനാന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മുറിച്ചിട്ട് കൊടുക്കുക. ഇതിലേക്ക് പാകത്തിനുള്ള കുറച്ച് ഉപ്പ് ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. വഴറ്റുന്ന സമയത്ത് ഉള്ളി ഒരുപാട് ഇങ്ങനെ വെന്തുടഞ്ഞ് പോകണ്ട കേട്ടോ. പിന്നെ ഇത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ചോപ്പറിലായതുകൊണ്ട് തന്നെ വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒന്ന് വലുതാവാണ് നന്നായിരിക്കും. ഇത്തിരി ഉള്ളി കടിക്കുന്ന ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരു ഇത്തിരി കൂടെ വലുതാക്കിയിട്ട് മുറിച്ചെടുക്കുക. ഒരുപാട് വലുതാവണ്ട. അപ്പോൾ ഈ ഒരു രീതിയിൽ വഴന്നാൽ മതിയാകും. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി തന്നെയാണ് ഞാൻ ചേർക്കുന്നത്. നല്ലൊരു കളറിന് വേണ്ടിയിട്ട്, കാരണം പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 2 നുള്ളൊക്കെ മതിയാവും കേട്ടോ. പിന്നെ ഒരു ഇത്തിരി വലിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും മസാലപ്പൊടികളാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ മസാലപ്പൊടികൾ ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ചെറിയ അളവിൽ തന്നെ മതിയാവും, കാരണം ഒരു കുത്തുന്ന ടേസ്റ്റായി അത്രയ്ക്ക് നന്നാവില്ല. അപ്പോൾ ഇതുപോലെ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച കല്ലുമ്മക്കായ ഉണ്ടല്ലോ, അത് അങ്ങനെയല്ല ഇട്ട് കൊടുക്കുന്നത്. ഒരു കായ എടുത്തിട്ട് 2-3 പീസൊക്കെ ആക്കി ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മൾ സ്നാക്ക് കഴിക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, കാരണം കുറഞ്ഞ അളവിലല്ലേ നമ്മൾ കല്ലുമ്മക്കായ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ മുറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങ് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ ചേർത്ത് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് വെക്കാനുള്ള ഒരു മസാല ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഈ സമയത്ത് ഒരുപാട് വേണ്ട, ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ മതിയാവും കേട്ടോ.
അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് പാൽ, അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കൂടെ കൂടുതൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ പാല്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് 1 കപ്പ് നിറച്ച് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ മിക്സാക്കി നോക്കുന്ന സമയത്ത് ഈ ഒരു കട്ടിയിലാണ് ഉണ്ടാവുക കേട്ടോ. നമ്മൾ തരികളും കട്ടകളൊന്നും ഇല്ലാതെ, മൈദ കട്ടയില്ലാതെ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടതാ ഈ ഒരു തിക്നെസ്സാണ് ഇതിൻ്റെ. ഇത് കറക്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇത് പാത്രത്തിലേക്ക് ഒഴിക്കൊന്നും വേണ്ട, ഒരു സൈഡിലേക്ക് വെക്കാം. ഇനി ഈ പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സോസ് പാനാണ് കേട്ടോ വേണ്ട, നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ഇത്തിരി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഡയറക്റ്റ് തീ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിലൊരു പഴയ തവ എന്തെങ്കിലും വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മേലെ വെച്ചാൽ മതി കേട്ടോ ഈ ഒരു സോസ് പാന്. അപ്പോൾ നെയ്യ് എല്ലാ ഭാഗത്തും നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി ചെറുതായിട്ട് ചൂടായിട്ടുള്ള ഈ ഒരു പാനിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പകുതി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഫുള്ള് ഇപ്പോൾ വേണ്ട, ഇത്ര ഒഴിച്ചു കൊടുക്കുക, ബാക്കി അവിടെ വെക്കാം. എന്നിട്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുന്ന സമയത്ത് ഇതുപോലെ വെന്തിട്ടുണ്ടാവണം. നമ്മൾ നോക്കുന്ന സമയത്ത് മാവ് പച്ചയ്ക്ക് തന്നെ വെന്തിട്ടില്ല, അതിൻ്റെ മേലേക്ക് മസാല ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് സെറ്റായി വരുന്ന സമയത്ത് ഉൾഭാഗം വേവാത്ത പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കുന്ന സമയത്ത് ഇതുപോലെ എല്ലാ ഭാഗവും കറക്റ്റ് ചെറുതായിട്ടൊന്നങ്ങ് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. കുറേ സമയം വെക്കൊന്നും വേണ്ട, അപ്പോൾ അടി കരിഞ്ഞു വന്ന പ്രശ്നം. അത്യാവശ്യം ഒന്ന് കുക്കാവുന്ന സമയത്ത് ഇനി നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മസാല മുഴുവനായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ വെക്കുന്ന സമയത്ത് നടുഭാഗത്ത് മാത്രമാക്കി വെക്കണ്ട, പിന്നെ ഒരുപാട് സൈഡിലേക്കും പോകണ്ട. ഈ ഒരു രീതിയിലൊന്ന് പരത്തി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു സവോള മസാലയൊക്കെ കറക്റ്റ് അളവായിരിക്കും ഇതിലേക്ക്. അപ്പോൾ ആ ബാക്കിയുള്ള ബാറ്റർ നമ്മൾ ഇതിൻ്റെ സൈഡിലൂടെ ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് കവറാക്കിയിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ആ ഒരു മസാലയും ഫുള്ളായിട്ട് കവർ ചെയ്യണം കേട്ടോ. നമ്മൾ എടുത്തിട്ടുള്ള അളവ് കറക്റ്റ് അളവ് തന്നെയായിരിക്കും. ഈ ഒരു രീതിയിൽ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മേലേക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി മല്ലിയില ഇങ്ങനെ നീളത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം കല്ലുമ്മക്കായ ഫ്രൈ ചെയ്ത സമയത്ത് ഒരു 3-4 മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5-6 വേണമെങ്കിൽ നമ്മൾ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് എടുക്കുക. അത് ഇതുപോലെ ഒരു ഭംഗിക്ക് വെച്ച് കൊടുക്കുക. ആയി വരുന്ന സമയത്ത് മേൽഭാഗം കാണാനൊരു എന്തായാലും കല്ലുമ്മക്കായ പോലെയല്ല, അപ്പോൾ ഇത്തിരി മേലെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് എന്തായാലും വേണ്ടി വരും കേട്ടോ, ഒന്ന് കറക്റ്റ് വെന്ത് കിട്ടണ്ടേ. അടിഭാഗത്ത് മാവ് വെന്തിട്ടുണ്ടാവും, പിന്നെ ബാക്കിയുള്ളതും കൂടി റെഡി ആവാനുള്ളൂ. ചെറിയ തീയിൽ മതിയാവും. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുന്ന സമയത്ത് മേൽഭാഗം അത്യാവശ്യമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, ഇത്തിരി കൂടെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അതും കഴിഞ്ഞ് തുറന്ന് നോക്കുന്ന സമയത്ത് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മേൽഭാഗം ഒരു ഇത്തിരി നനവുള്ളതുപോലെ തോന്നും, അത് കുഴപ്പമൊന്നുമില്ല, മാവ് ഉണ്ടാവാതിരുന്നാൽ മതി. ഇതുപോലെ സ്ക്വയർ എന്തെങ്കിലും വെച്ച് ഉള്ളിലേക്ക് തന്നെ കുത്തി വെക്കുക. അപ്പോൾ ഉള്ളിൽ നിന്ന് മാവൊന്നും പുറത്തേക്കൊന്നും വരുന്നില്ല കേട്ടോ. ഇനി അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് ഒന്നങ്ങ് മുരിച്ചെടുത്താൽ മതി, അപ്പോൾ കറക്റ്റായി കിട്ടിക്കോളും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭംഗിയിൽ ഇതുപോലെ തന്നെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിലും അങ്ങനെയും ചെയ്യാം കേട്ടോ. കാരണം ഇത് വേവാനും ബാക്കിയൊന്നുമില്ല. പിന്നെ നമ്മളിനി പാനിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കളർ മാറ്റിയെടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വേറെ ഒരുപാട് വേവിച്ചെടുക്കാനൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ സൈഡ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വിടിയിച്ച് കൊടുക്കുക. അത് പെട്ടെന്ന് തന്നെ അങ്ങ് വിട്ട് കിട്ടിക്കോളൂ കേട്ടോ, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്നിട്ടൊരു പാനിൽ ഒരു ഇത്തിരി നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക, ഒരുപാടൊന്നും വേണ്ട. അതിലേക്ക് ഈ ഒരു പോള നേരെ അങ്ങ് കമഴ്ത്തി വെച്ച് കൊടുക്കുക കേട്ടോ. കമഴ്ത്തുന്ന സമയത്ത് പൊട്ടിപ്പോവാതെ ഒന്ന് മെല്ലെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതിയാകും. എന്നിട്ട് ഇതൊരു ചെറിയ തീയിൽ ഒരു മിനിറ്റൊക്കെ തന്നെ മതിയാകും കേട്ടോ. അതായത് ഒരുപാട് സമയം ഇട്ടിട്ട് അതിൻ്റെ മേൽഭാഗം കരിഞ്ഞ് ആ ഒരു കളർ വന്നാലും ഭംഗി ഉണ്ടാവില്ല. പെട്ടെന്ന് അങ്ങ് ഈ ഒരു രീതിയിലാവുന്ന സമയത്ത് നമുക്ക് തിരിച്ച് നോക്കുമ്പോൾ ഇത്രയ്ക്ക് നല്ല ഉഷാറായിട്ട് നല്ല കറക്റ്റ് ആ ഒരു കളറിൽ ഭംഗി തന്നെ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്ര തന്നെയുള്ള പരിപാടി. നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമ്മക്കായ പോള റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഈ രീതിയിലുള്ള പോളകളൊക്കെ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ചിക്കൻ വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ഒരുപാട് ആളുകൾ നല്ല കമൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ഇറാനി പോള. അപ്പോൾ ആ ഒരു രീതിയിൽ കല്ലുമ്മക്കായ വെച്ച് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കല്ലുമ്മക്കായ എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അത് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മുറിച്ച് കഴിക്കുന്ന സമയത്ത് കാണാനും നല്ല ഭംഗിയായിരിക്കും, പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ കല്ലുമ്മക്കായ കിട്ടുന്ന സീസണൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സമയത്തൊക്കെ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ ചൂടോടുകൂടെ മുറിക്കുന്നതൊക്കെ ഒരു ഇത്തിരി കൂടെ നന്നായിരിക്കും, ഒന്നങ്ങ് സെറ്റായിട്ട് കേട്ടോ. ഒരുപാട് തണുത്ത് പോകണ്ട, എന്നാലും ആ ചൂട് ഒന്ന് ചെറുതായിട്ട് പോയിട്ട് ഒന്ന് സെറ്റ് ആവുകയാണെങ്കിൽ ഉള്ളിലൊക്കെ കുറച്ചുകൂടെ നല്ലൊരു ഇതായി കിട്ടും. അപ്പോൾ ഈ ഒരു റെസിപ്പിയും പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പിന്നെ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും. പിന്നെ എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്